രാത്രി കൊറേ എന്റെ അച്ഛന്റെ കലാവിരുത് ഇന്നലെ തന്നെ അവക്ക് അപ്പം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത്. അത് കഴിക്കുന്നില്ല എന്നുള്ള കരച്ചിലായിരുന്നു. കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അവളെ സമാധാനപ്പെടുത്തി അപ്പം ചമ്മന്തി എല്ലാം വാരി കൊടുക്കുകയാണ്. ഇപ്പം തന്നെ സമയം വൈകി. പിന്നെ ആണെങ്കിൽ ആളിങ്ങനെ കുറച്ച് മൂശാട്ടയോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വൈകുന്നത്. വേഗം കഴിക്കുന്ന സമയം പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ 8:30, 8:40 ക്ലാസ്സിൽ കയറണം. അടുത്ത പ്രശ്നം ഷൂ തിരിച്ചിട്ടുപോയി. അതായിരുന്നേ ഐ ഡി കാർഡിന്റെ പുറയിൽ എന്റെ അച്ഛന്റെ കലാവിരുത്. മധു 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 6 ID കാർഡിന്റെ പുറയിൽ നന്ദുവിന്റെ ID കാർഡിന്റെ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു പയ്യൻ. പിന്നെ അവളെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവാണേ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ബോക്സ് മറന്ന് സാധനം മറന്ന് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുവന്നേ. ഇപ്പം തന്നെ സമയം ഒരു 8:40 ആയി. 8:40 കയറേണ്ടത്. ഞാൻ ഉമ്മ കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് അടുത്ത കരച്ചിൽ കരഞ്ഞത്. പിന്നെ ഉമ്മയൊക്കെ കൊടുത്ത് വണ്ടിയിൽ കയറി. പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 10 ഉമ്മയും 10 കെട്ടിപ്പിടുത്തവും കൊടുക്കണം, അല്ലെങ്കിൽ ആളവിടെ ഇരിക്കത്തില്ല. അതുപോലെ കരച്ചിലാവും. എന്താണെന്നറിയത്തില്ല, കുറച്ച് സ്നേഹം കൂടുതലാണോ അതോ അരുത്തി കൂട്ടി ഇങ്ങനെ ആയതാണോ എന്നറിയത്തില്ല. ഈ ബാഗ് തൂക്കിയിടുന്നൊരു സാധനം ഫ്രണ്ടിലില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ബാഗ് കയ്യിലിട്ടിട്ടാണ്. നന്ദൂരാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഭയങ്കര പേടിയാണ്. ഞാൻ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമൊക്കെ വെക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് മാനേജബിൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതാണ് അവളുടെ സ്കൂള്. ഇവിടെ ചെന്നപ്പോൾ പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളേ. പിന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് വരുവാണ് എനിക്ക് ഇന്ന് 10 കെട്ടിപ്പിടുത്തവും 10 ഉമ്മയും തരാതെ ഞാൻ വിടത്തില്ലെന്ന്. ഇവളിപ്പോൾ LKG പഠിക്കുന്നത്. LKG Aയിലാണ്. അപ്പം ഏറ്റവും ലാസ്റ്റാണ് അവരുടെ ക്ലാസ്. ഒരു ക്ലാസ്സിന് ഉള്ളിലാണ് അവരുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ തന്നെ ടീച്ചർ ഭയങ്കര ചിരിയാണ് അവളെ കാണുമ്പോൾ തന്നെ. കാരണം ഈ ഉമ്മ ഉടുപ്പും ഇതുമൊക്കെ കാരണം ഇത് ഞാൻ അവൾ ഇരിക്കുന്ന സീറ്റിൽ ഞാൻ കൊണ്ടിരുത്തിയില്ല എന്ന് പറഞ്ഞുള്ള കരച്ചിലാണ്. ഈ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന പിള്ളേരെയൊക്കെ ഞാൻ സമ്മതിക്കണം. ആൾക്ക് ഞാൻ ഉമ്മ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആൾ വീണ്ടും ഭയങ്കര ബഹളമായി. അപ്പോൾ ടീച്ചർ വന്ന് എടുത്ത് തണ്ട് എൻ്റെ അടുക്കെ കൊണ്ട് തരുവാണ് ഉമ്മ കൊടുക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് 10 ഉമ്മയും 10 കെട്ടിപ്പിടുത്തവും എണ്ണി തന്ന്. അതിനുശേഷം ടീച്ചർ തണ്ട് ഇതാണ് അവിടെ ക്ലാസ് ടീച്ചർ ശ്രീലക്ഷ്മി മിസ്. പിന്നെ ഞാൻ ആളെ വീണ്ടും കൊണ്ടുപോയി ആളിരിക്കുന്ന സീറ്റിൽ കൊണ്ടിരുത്തിയേ. ഞാൻ സീറ്റിൽ തന്നെ കൊണ്ടിരുത്തണം, അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. ടീച്ചർമാരൊന്നും ഇരിക്കാൻ ആൾ സമ്മതിക്കുകയില്ല. അങ്ങനെ അവിടെ കൊണ്ടിരുത്തിയപ്പോൾ ബാക്കി പിള്ളേരൊക്കെ കണ്ട് ചിരിക്കുകയാണ്. കാരണം എവളും വേറൊരു കുട്ടിയും മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നം ആ ക്ലാസ്സിൽ. ബാക്കിയുള്ളവർക്കൊന്നും യാതൊരു പ്രശ്നവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അവളെ കൊണ്ട് വിട്ടിട്ട് തണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മിനിയപ്പച്ചി കണ്ട് തയ്ക്കാൻ വേണ്ടി ഇവിടെ വന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുശു വർത്തമാനമൊക്കെ പറഞ്ഞ് തയ്ക്കാനൊക്കെ തുടങ്ങുകയാണ്. പിന്നെ അപ്പച്ചി കുറേ നേരം ഇരുന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പോയപ്പോൾ അപ്പച്ചി ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് അപ്പച്ചി വീട്ടിൽ ഇരിക്കുന്നത് കാണുന്നത്. പിന്നെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സുനിയപ്പച്ചിയുടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പച്ചിയെ കൊണ്ട് ഞാൻ സുനിയപ്പച്ചിയുടെ അങ്ങ് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തയ്ച്ച തുണിയെല്ലാം മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഒരു അസ്ത്രം വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നന്ദുവിനെ വിളിക്കാൻ 3 മണിക്ക് അവിടെ നിന്നാണ് ഞാൻ സ്കൂളിലോട്ട് വന്നത്. പിന്നെ കുറച്ച് വെയിറ്റിംഗ് ആയിരുന്നേ. കാരണം ഞാൻ 3 മണിയെന്ന് ക്ലാസ്സിൽ വിടുമെങ്കിലും ഒരു 2:50 ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ 3 മണിക്കല്ലേ വിടൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ട. കരഞ്ഞുകൊണ്ട് പോയ ആളാണ് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. ഞാൻ എന്തോ മേടിച്ചുകൊണ്ട് വന്നതെന്നാണ് ആൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊണ്ട് കൊടുക്കും. എന്നും കൊടുക്കില്ല, എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും കരഞ്ഞതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മേടിച്ച് കാണുമെന്ന് അവൾക്ക് അറിയാം. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഒരു മിഠായി മേടിച്ച് എൻ്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെച്ച് കൊടുത്തില്ല, വീട്ടിൽ വന്നിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പിള്ളേരെ ഉപയോഗിച്ച് കഴിച്ച്. ഇതാണ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഓടിയിട്ട് പോയി ടാറ്റയൊക്കെ കൊടുക്കുവാണേ. ആൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാവരും ഒന്നും പേര് ഓർമ്മയില്ല. അപ്പം ഈ കുട്ടി ഫ്രണ്ടാണെന്നൊക്കെയാണ് എന്നോട് പറയാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വിട്ട് പേര് പഠിച്ചുകൊണ്ട് വരണം ഫ്രണ്ട്സിൻ്റെ. അപ്പം നമുക്ക് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് പറയുമ്പോൾ പറയണ്ടേ ആരൊക്കെയാണെന്ന്. എന്നിട്ട് നന്ദുവിനെ വീട്ടിൽ വിട്ടിട്ട് ഞാനും അണ്ണനും കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ചായക്കടയിൽ വന്ന് ചായ കുടിച്ചു. അപ്പം ഇത്രയുള്ളൂ. ബൈ.